Feel anything? No. ഇപ്പോൾ ഈ സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞങ്ങളെ രണ്ടുപേരെക്കാളും ഈ സിനിമയെപ്പറ്റി പറയാൻ ഇവിടെ ഏറ്റവും കൂടുതൽ യോഗ്യനായിട്ടുള്ള ആളാണ്. കാരണം അദ്ദേഹം ഒരു തളപതി വെറിയനാണ്. തളപതി വെറിയൻ്റെ വായിൽ നിന്ന് നമുക്ക് കേൾക്കാം. എന്ത് പറയാനാണ് പടത്തെക്കുറിച്ച്? ഡിസപ്പോയിൻറ്റഡ്, ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. വെങ്കിട്ട് പ്രഭു ചതിച്ചാശാനി എന്ന് പറയുന്ന അവസ്ഥ. തളപതി വെറിയൻ ഡിസപ്പോയിൻ്റ് ആകുമ്പോൾ ഒരു സാധാരണ പ്രേക്ഷകൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഫാൻസുകാർ ഞങ്ങളുടെ തുടർന്നുള്ള റിവ്യൂ കാണാതിരിക്കുക. കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് വിഷമം ഉണ്ടാക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഞങ്ങൾ തെറി പറയണമെന്ന് തോന്നാം. അതിൽ ഞങ്ങൾ നിങ്ങളെ തെറ്റ് പറയില്ല. കാര്യം ഇഷ്ടപ്പെട്ടിരിക്കാൻ സാധ്യതയില്ല. ആക്ച്വലി ഒരു വിജയ് ഫാൻ എന്തായാലും തിയേറ്ററിൽ പോയി പടം കാണും. അതെ, വിജയ് ഫാൻ ആണെന്നുണ്ടെങ്കിൽ കാണാറുണ്ട്. ഞങ്ങൾ പോയി എല്ലാ പടം കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതും കാണും. കണ്ടു, ബോധിച്ചു, മതിയായി. ഒരു വിജയ് ഫാൻ ആണ് നിങ്ങളെങ്കിൽ ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണും. കാരണം നിങ്ങൾക്ക് 1, 2, 3, 4, 5 വിജയെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ ഒരു അല്ല, ആക്ച്വലി വിജയോട് നമുക്ക് കംപ്ലൈന്റ് ഇല്ല. നമ്മുടെ ചോദ്യം വെങ്കട്ട് പ്രഭുവിനോടാണ്. ഹേ പ്രഭു, വൈ വെങ്കട്ട് പ്രഭു? അതായത് പണ്ട് നമ്മൾ ഈ സിനിമ മോഹം നമുക്ക് തോന്നി സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്ത ആളാണ് വെങ്കട്ട് പ്രഭു. അതായത് ചെന്നൈ 6,28,000, ഗോവ സരോജ. ഈ സരോജ എന്ന് പറഞ്ഞൊരു ഒറ്റ പടമാണ് ശരിക്കും നമുക്ക് ഒരു സിനിമ ചെയ്യണം എന്നുള്ള തോന്നൽ. ആരാധന തോന്നിയ ഒരു സാധനം സരോജയാണ് മെയിനായിട്ട്. കാരണം സരോജ കണ്ടപ്പോഴാണ് പുള്ളി ചെയ്ത അതേപോലെ ഒരു പടം, എങ്ങനെ അങ്ങനത്തെ ഒരു പടം ചെയ്യണം എന്ന് പറഞ്ഞ ഒരു 3-4 കഥകൾ ഞങ്ങൾ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രായത്തിൽ അതിപ്പോഴും സിനിമ ആയിട്ടില്ല. ഈ നിങ്ങളാണോ വെങ്കട്ട് പ്രഭുവിനെ കുറ്റം പറയുന്നത്? അങ്ങനല്ല. അതായാലും കാരണം പുള്ളി അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്ത പടങ്ങളിൽ ഈ പറഞ്ഞ മങ്കാത്തയാണ് പുള്ളിയുടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പടമായിട്ട് എല്ലാവരും കാണുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചാൽ എനിക്ക് മങ്കാത്തേക്കാളും എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് സരോജാണ്. അതിനുശേഷം പുള്ളി കുറച്ച് തകർച്ച ഉണ്ടായി, കുറച്ച് പടങ്ങൾ വർക്കായില്ല. പിന്നെ മാനാട് വരുന്നു. അത് ആ സമയത്ത് ഓൾറെഡി പിന്നെ ചിമ്പുവിനും വളരെ മോശം സമയമായ സമയത്ത് ഇവർ ഈ സിനിമ ചെയ്ത് 2 പേർക്കും ഭയങ്കര വലിയൊരു ഹിറ്റ് കൊടുത്ത പടം. അതിനുശേഷം അടുത്ത വർഷം തന്നെ കസ്റ്റഡി വരുന്നു. ജിങ്കലല്ല. ഇത് കഴിഞ്ഞപ്പോൾ വിജയ് ആയിട്ടൊരു സിനിമ വരുന്നുള്ള അനൗൺസ്മെൻറ്റ് വരുന്നു. അപ്പോൾ എല്ലാവരും, അതായത് വിജയ് ഫാൻസ് ഉൾപ്പെടെ എല്ലാവരും വെങ്കട്ട് പ്രഭുവിൻ്റെ അടുത്ത് ഈ പറഞ്ഞ അദ്ദേഹം ഇൻ്റർവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തോട് ഈ സിനിമ ചെയ്യരുത്, നിങ്ങൾ ഈ പടം ചെയ്യരുത് എന്ന് എല്ലാവരും പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെങ്കട്ട് പ്രഭുവിനെ കൊണ്ട് ഇങ്ങനൊരു സിനിമ ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസം ഓഡിയൻസിന് ഇല്ലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ സിനിമ ചെയ്യാൻ പറ്റില്ല എന്നല്ല, എന്നാലും അവർ ഉദ്ദേശിക്കുന്ന സിനിമ ഡെലിവറി ചെയ്യാൻ പറ്റില്ല എന്നൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നുണ്ടായിരുന്നു. ഇങ്ങനൊരു സിറ്റുവേഷന് സാധാരണ എപ്പോഴും സംഭവിക്കുന്നത് ഒന്നെങ്കിൽ എല്ലാവരും നെഗറ്റീവ് പറഞ്ഞിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഒരു കിടിലം പടം ചെയ്ത് തിരിച്ചു വരാം, അല്ലെങ്കിൽ എല്ലാവരുടെയും പ്രതീക്ഷയ്ക്കൊത്ത പോലെ ഒരു സിനിമ ചെയ്യാം. പുള്ളിയുടെ മങ്കാത്ത എന്നൊരു പടം തലയെപ്പോലെ അളവ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കും വിജയെ പോലെ അളവ് ചെയ്യുമ്പോൾ അതിന്റെ ലെവലിലേക്ക് ഒരു പടം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇവർ ഇതിന്റെ റൂമേഴ്സ് എല്ലാം വന്നപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തു കുറെ, ബട്ട് അതൊന്നും പടത്തിലില്ല. അത് വേറെ കാര്യം. പക്ഷേ പടം ഭയങ്കര ഡിസപ്പോയിൻമെന്റ്, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഡിസപ്പോയിൻമെന്റ് എന്നാണ് അതവര് പോസ്റ്ററിൽ എഴുതാൻ വിട്ടുപോയതാണ്. ഞാൻ ട്രെയിലർ ആക്ഷൻ പറഞ്ഞായിരുന്നു ഗോട്ട് എന്ന പേര് അനർത്ഥമാകണമെന്ന്, പക്ഷെ ആയില്ല. ഇപ്പൊ ആയില്ലേ? ശരിയാ. വിജയുടെ അടുത്ത് കണ്ടതിൽ ഏറ്റവും വിജയ് അല്ല പ്രശ്നം, എഴുത്ത്, റൈറ്റിങ്ങും ഡയറക്ഷൻ. അതായത് വെങ്കട്ട് പ്രഭുവിനെ പോലെ ഒരാൾക്ക് ഒരു സീൻ പോലും ഒരു ഹൈ ഉണ്ടാക്കാനോ ഒരു സീൻ പോലും വൃത്തിക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ പോലെയാണ് അത് കണ്ടത്. ഒരു സീനും വർക്കാവുന്നില്ല. ഇങ്ങനെ തുടക്കം തൊട്ട് ഫസ്റ്റ് സീൻ തൊട്ട് നമുക്ക് വർക്കാവുന്നില്ല. ഇത് ഇങ്ങനെ ആക്ഷൻ സീൻ വരുന്നു, അത് കഴിഞ്ഞിട്ട് റൊമാൻസ് വരുന്നു, കോമഡി വരുന്നു, ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ പാട്ട് വരുന്നു, എല്ലാം ഭയങ്കര ഫ്ലാറ്റാണ് സീൻ. ഒരു കണക്ഷൻ ഇല്ല, ഒരു രസമില്ല, ഭയങ്കര ഫ്ലാറ്റ്. ഇങ്ങനെ ചുമ്മാ നമ്മൾ പേപ്പറിൽ ഇയാൾ സംസാരിക്കുന്നു പറയുമ്പോൾ അയാളുടെ ഫേസ് കാണിക്കുന്നു, അയാളുടെ ഡയലോഗ് പറയുന്നു, അടുത്തയാളുടെ ഫേസ് കാണിക്കുന്നു, അയാളുടെ ഡയലോഗ് പറയുന്നു, ഇങ്ങനെ പോവാ. അതായത് ഒരു 3 മണിക്കൂർ 3 മിനിറ്റ് ഉണ്ട് ഈ സിനിമ. നിങ്ങൾക്ക് ഈ സിനിമ ബോറടിക്കുകയോ ലാഗ് ചെയ്യുകയോ ഒന്നും ചെയ്യൂല, അത് നിങ്ങൾക്ക് ഉണ്ടാവില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സിനിമയിൽ ഇങ്ങനെ സംഭവം നടന്നുകൊണ്ടിരിക്കുക, പക്ഷെ നമ്മളിതെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുക, നമുക്കൊന്നും തോന്നുന്നില്ല. ഫസ്റ്റ് സീൻ, ആദ്യത്തെ സീൻ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പരസ്പരം നോക്കിയിട്ട് തീരുമാനമായി എന്ന് നമുക്ക് ആ ഫസ്റ്റ് സീനിൽ നിന്ന് തന്നെ ഒരു തോന്നണം, ഇനി ഇത് നല്ല പടമാകുമോ എന്നുള്ള പ്രതീക്ഷ വേണ്ട എന്ന് നിങ്ങൾക്ക് അപ്പം തന്നെ മനസ്സിലായി. പക്ഷെ അപ്പോഴും നമ്മുടെ മനസ്സിൽ പ്രതീക്ഷയുണ്ട്, എവിടെയെങ്കിലും ഈ പടം ഒന്ന് പിക്കപ്പായി കുറച്ച് ബെറ്ററായിട്ട് വരും എന്നൊരു തോന്നലുണ്ടായിരുന്നു. ക്ലൈമാക്സ് വരെ നമ്മളത് നോക്കിയിരുന്നപ്പോൾ
ഫിലിം ബൈ വെങ്കട്ട് പ്രഭു ഇതിങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ചില സ്ഥലങ്ങളിൽ അത് കയറുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷെ അത് കയറി വന്നിട്ട് ടപ്പേന്ന് താഴെ പോയി വീണ്ടും അത് എങ്ങോട്ടോ ഫസ്റ്റ് സ്റ്റാഫിന്റെ ഇടയ്ക്ക് ഒരു സീരിയസ്, അതായത് കുറച്ചൊരു ഇമോഷണൽ സംഭവത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും നേരം മോശമാക്കിയത് ഇതിലേക്ക് എത്താൻ വേണ്ടിയായിരിക്കും, ഇത് കഴിഞ്ഞ് പടം നന്നാവും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അത് കഴിഞ്ഞിട്ടും നന്നാവുന്നില്ല പടം. ഒരുപാട് പ്രതീക്ഷ വെച്ചില്ലെങ്കിൽ പോലും അതും മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു പടം പോലെ എനിക്ക് തോന്നുന്നു. അതെ, നിങ്ങൾ ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട. ഈ സിനിമ നിങ്ങൾക്ക് ഒരു നോർമൽ തമിഴ് പടം കാണുന്ന പോലെ പോയിരുന്ന് കണ്ടാൽ പോലും നിങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇതെന്താ ഇതിങ്ങനെ എന്ന് തോന്നും. പക്ഷേ എനിക്ക് തോന്നുന്നു വിജയ് അഭിനയിച്ച ഒരു സിനിമ ആയതുകൊണ്ട് പോലും ഈ സിനിമയ്ക്ക് അവർക്ക് ഫിനാൻഷ്യലി യാതൊരു വിധ നഷ്ടം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് അവിടെ ഓടാൻ ചാൻസ് ഉണ്ട്. പിന്നെ വിജയ് ആരാധകർക്ക് കൈയടിക്കാനുള്ള മൊമെൻ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, വിജയ് ആരാധകർ വിജയ് ആയത് കൊണ്ട് കൈയടിച്ചാലേ ഉള്ളൂ, അല്ലാതെ അവിടെ കയ്യടിക്കാനുള്ള ഓട്ടോമാറ്റിക്കലി ഒരു സാധാരണ പ്രേക്ഷകൻ കൈയടിക്കുന്ന രീതിയിൽ കൊണ്ടുവരാൻ പറ്റിയ ഒരു സീനും പടത്തിലില്ല. ഇപ്പൊ അവർ കൈയടിച്ചാൽ പോലും നമ്മളിങ്ങനെ ഇരിക്കും, ഇതെന്താണ് ഇവർ കൈയടി. ആശയപരമായി ഒരു 4-5 സീനുണ്ട്. ഓക്കെ, ഇത് സ്പോയിലർ അലർട്ട് പറഞ്ഞു. അല്ല, ആശയപരമായിട്ട് ഈ സീൻ വരുമ്പം കയ്യടി ഉണ്ടാവുമെന്ന് അവർ റൈറ്റിംഗ് സമയത്ത് വിചാരിച്ചിട്ടുള്ള എഴുതിയ കുറച്ച് സീൻസ് ഉണ്ട്. അതായത് നമ്മുടെ തളപതി വേഴ്സസ് ഇളയ തളപതി എന്നുള്ള കാർഡ്. പക്ഷെ ആ കാർഡ് വരുമ്പോൾ നമുക്ക് ആ എക്സൈറ്റ്മെന്റ് ഉണ്ടാവുന്നില്ല. ഇത് ഈ കാർഡ് വരുന്നുണ്ട്. അതുപോലെ ഐ ആം വെയിറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം കുറേ സിനിമകൾക്ക് ശേഷം തിരിച്ചു വരുവാണ്. ആ മൊമെന്റ് ഇതിനകത്ത് ആക്ച്വലി കൊള്ളാമെന്ന് എനിക്ക് തോന്നി. പക്ഷെ അത് സ്ക്രീനിൽ കാണുമ്പോൾ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നില്ല. അത് നല്ല സീൻ ആവേണ്ടതായിരുന്നു, പക്ഷെ അതും ഒരു ഇമ്പാക്റ്റില്ല. അങ്ങനെ 3-4 സീനുണ്ട്. ഇത് നമ്മൾ ആ ഡയലോഗ് ഡെലിവറി ചെയ്യുമ്പോൾ നമുക്കറിയാം, ഇത് നന്നായിട്ട് സ്റ്റേജ് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നന്നായിട്ട് ഇതിൻ്റെ ചുറ്റുമുള്ള എലമെന്റ്സ് വന്നിരുന്നെങ്കിൽ ഇത് നല്ല സീൻ ആവേണ്ടതായിരുന്നു. പക്ഷേ ഭയങ്കര ഫ്ലാറ്റ് ആയിട്ട് ഇങ്ങനെ തണുപ്പനായിട്ട് പോയിക്കൊണ്ടിരിക്കുക പടം. അതാണ് അതിൻ്റെ ഇഷ്യൂ. പടത്തിലൊരു ബെറ്റർ പോർഷൻ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ഹൈ കിട്ടിയൊരു പോർഷൻ പറഞ്ഞാൽ ആ മെട്രോ ഫൈറ്റ് സീക്വൻസ് ആണ് ഈ ഭേദത്തെ ഇതിനകത്തുള്ളതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയൊരു സാധനം. കാരണം കുറെ കൂടി കണ്ടിരിക്കാൻ നമുക്കൊരു ചെറിയൊരു ഹൈ എങ്കിലും തോന്നിയൊരു പോയിന്റ് അത് മാത്രമേ ഉള്ളൂ. ഈവൻ അതിനകത്ത് ഫൈറ്റ് കൊറിയോഗ്രാഫി ആണെങ്കിലും കുറെ കൂടി ബെറ്റർ സാധനമായിരുന്നു ബാക്കി എല്ലാത്തിനും അപേക്ഷിച്ച്. ആ പുള്ളിക്ക് തോന്നി കാണത്തില്ല. പിന്നെ ഏറ്റവും ത്രൂ ഔട്ട് ഒരു ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് എലമെന്റ് എന്ന് പറഞ്ഞാൽ, ഇന്റലിജൻസ് ഏജൻസി വർക്ക് ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന മണ്ടത്തരങ്ങൾ ഭയങ്കരമാണ്. ആ ഒരു സിറ്റുവേഷനിൽ ഒരു പാവപ്പെട്ട ഒരു 50-60 വയസ്സുള്ള ആളുകൾ എന്തൊക്കെ ചെയ്യുമോ, കുറച്ച് വയ്യാത്ത ആളുകൾ ഇതുപോലെയാണ് ഇന്റലിജൻസ് ഓഫീസേഴ്സും എല്ലാവരും പ്രവർത്തിക്കുന്നത്. അത് ഭയങ്കര ഫ്രസ്ട്രേഷനാണ്. അതായത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഇൻ്റലിജൻസ് ഓഫീസർ എന്നൊക്കെ പറഞ്ഞാൽ ഇൻട്രോയും ട്രെയിലറിലൊക്കെ കാണിക്കുന്നത്. പക്ഷേ അതെവിടെ, എങ്ങനെയാണ് പുള്ളി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആയെന്ന് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അതുപോലുള്ള കാര്യങ്ങളും ഒക്കെയാണ്. എല്ലാവരും ഫോണിൽ ഓഫീസറിൻ്റെ പേര് സേവ് ചെയ്ത് വെക്കുക. ഒരു തരത്തിലുള്ള മറവോ ഒരു അന്വേഷണമോ ഒന്നുമില്ല. സസ്പെൻസ് എന്ന് പറയുന്ന സാധനം കീപ്പ് ചെയ്യാൻ ഒരു ശ്രമവും നടത്തിയിട്ടില്ല. അങ്ങനെയൊക്കെയാണ് അവർ ഇന്റൻഷനലി ചെയ്തായിരിക്കും. കാരണം എന്താ സസ്പെൻസ് പൊളിയും, അതിലിപ്പോൾ അതൊക്കെ പൊളിച്ച് പോട്ടെ വിചാരിച്ചിട്ടായിരിക്കും. പിന്നെ ഡീകോഡിങ്ങിൽ പലരും പറഞ്ഞ എലമെന്റ്സ് ഉണ്ട്, ക്ലോണിങ്. ഞാൻ അതിലേക്കാണ് വരുന്നത്. അതായത് ഈ സിനിമയ്ക്ക് ട്രെയിലർ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇത് ഡീകോഡ് ഞങ്ങൾ വരെ പറഞ്ഞു ഇത് ഞങ്ങൾ ഡീകോഡ് ചെയ്യുമെന്ന്. അപ്പോൾ ഞങ്ങൾ 1-2 ഡീകോഡിങ് വീഡിയോ കണ്ടു കഴിഞ്ഞപ്പം ഇതിലും വലുതൊന്നും നമുക്ക് പറയാനില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതുകൊണ്ട് പിന്നെ ഞങ്ങളൊരു ഡീകോഡിങ് വീഡിയോ ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചതാണ്. ആ ഡീകോഡിങ് വീഡിയോയിൽ കേട്ട കഥകൾ അത് വെങ്കട്ട് പ്രഭു കേട്ടിരുന്നെങ്കിൽ മേ ബി നമുക്ക് ഇതിലും ബെറ്റർ ആയിട്ടൊരു പടം പറ്റത്തില്ല. ചെയ്തു പോയില്ലേ, ചെയ്തു പോയി രണ്ടാമത്തെ ഡീകോഡിങ്ങിൽ പറഞ്ഞ ഒരു എലമെന്റ്സും ഇല്ല ഇല്ല എന്ന് പറയല് നിങ്ങൾ. അതാ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഈ സിനിമ ചെയ്തുകൊണ്ടിരിക്കെ ഈ ജെമിനി മാനുമായിട്ട് ഈ സിനിമയ്ക്ക് ബന്ധമുണ്ടെന്നൊക്കെ റൂമർ വന്നപ്പോൾ അത് പുള്ളി കേട്ടിട്ടുണ്ട്. അപ്പോൾ വെങ്കട്ട് പ്രഭു പറഞ്ഞു ഇതൊരു വലിയ കൂട്ടം ആൾക്കാർ ഏറ്റെടുക്കും, ഇതിനെപ്പറ്റി സിനിമയിൽ ഒരു ചർച്ച ഉണ്ടാവും എന്ന് ആൾക്കാർ ചിന്തിച്ചു കാണും. മീൻസ് വെങ്കട്ട് പ്രഭു ചിന്തിച്ചു കാണും. പുള്ളി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് എന്നാൽ പിന്നെ പടത്തിൻ്റെ സ്പോയിലർ അലേർട്ട്, പടത്തിൻ്റെ ടെയിൽ എൻഡിൽ ഈ എലമെന്റ് വെച്ചിട്ടുണ്ട്. പക്ഷെ അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ചോദ്യം. അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്നാൽ പിന്നെ അത് പടമായിട്ട് എടുത്താൽ പോരെ. ആ സാധനം പടത്തിൽ ബാക്കി എവിടെയെങ്കിലും ഇട്ടിരുന്നെങ്കിൽ അതിങ്ങനെ പാട്ടുകൾ പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ, അതായത് ഈ പാട്ട് ഇറങ്ങിയ സമയം മുതലേ പാട്ടിനെ പറ്റി ഒരുപാട് മോശം റിവ്യൂസ് വരികയും ഒക്കെ ചെയ്തു. അപ്പോൾ വെങ്കട്ട് പ്രഭുവിൻ്റെ ഇൻ്റർവ്യൂവിൽ പുള്ളി പറയുന്നുണ്ട് ഇത് സിനിമയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. ഈ 2 പാട്ട് ഏതൊക്കെ പാട്ടായിരുന്നു, മറ്റേ സ്പാർക്കും മട്ട, ഈ 2 സോങ് ഈ പടത്തിൽ ഇങ്ങനെ ഇടിച്ച് തള്ളി തിരികെ കയറ്റി വെച്ചിരിക്കുക. അതായത് ഒരു 10-15 വർഷം മുമ്പുള്ള തമിഴ് സിനിമയുടെ ഇഷ്യൂ ആയിരുന്നു. പാട്ടിന്റെ പ്ലേസ്മെന്റ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും, പെട്ടെന്ന് അവിടുന്ന് കട്ട് ചെയ്തൊരു ഫോറിൻ രാജ്യത്ത് ഒരു പാട്ട്. അപ്പം ഇത് കട്ട് ചെയ്ത് കളഞ്ഞാലും നമ്മൾ ഒരു തരത്തിലും സിനിമയെ ബാധിക്കാത്ത രീതിയിലുള്ള പാട്ടിന്റെ പ്ലേസ്മെന്റ്. അതേപോലെ
നമ്മളെ ആ നൊസ്റ്റാൾജിയ അതെ വരുന്ന രീതിയിൽ അതെ അതെ നൊസ്റ്റാൾജി വരുന്ന രീതിയിൽ ഒരു 2 പാട്ട്. ഇപ്പൊ എല്ലാ പടങ്ങളും നൊസ്റ്റാൾജിയക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ പുള്ളി വിചാരിച്ചു എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജി ആയിക്കോട്ടെ. അതെ, വിജയുടെ പഴയ പടങ്ങളുടെ റെഫറൻസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ എന്തിന് എന്ന് ചോദിക്കുന്ന പോലെ ഒരു ഇതാണ്. പടത്തിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് ആവുമെന്ന് വിചാരിച്ചിരുന്നത് യുവൻ ശങ്കർ രാജയുടെ പാട്ടുകളാണ്. പക്ഷേ യുവനെ കുറച്ച് ക്ഷമിച്ചു വിടാവുന്ന രീതിയിലാണ് പടത്തിന്റെ മറ്റ് ആസ്പെക്ട്സ് ഒക്കെ. അതെ അതെ, അതായത് യുവനാണ് പ്രശ്നം എന്ന് എല്ലാവരും ചിന്തിച്ചപ്പോൾ ഞങ്ങൾക്ക് ഈ സിനിമ കാണുമ്പം യുവനാണ് തമ്മിൽ ഭേദം എന്ന് തോന്നുന്നുണ്ട്. അതെ അതെ. CGI ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് VFX, DAging, ഇവർ ഈ പറഞ്ഞ ടെക്നിക്സ് ഒക്കെ ഇവർ ആ സ്പാർക്ക് സോങ്ങിൽ വിജയുടെ ഇനിഷ്യലി സോങ് ഇറങ്ങിയ സമയത്ത് വിജയുടെ DAging ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞൊരു ഒരുപാട് ഫാൻസുകാർ ശരിയാവുന്നതിൽ കൂടുതൽ ഇപ്പം വിജയ് പോലൊരു ആക്ടർ എന്ന് പറഞ്ഞാൽ എല്ലാവരും തിരിച്ചറിയുന്ന ഒരാളാണ്. അപ്പം ചെറിയൊരു ചേഞ്ച് ഫേസിലോ ശബ്ദത്തിലോ നടപ്പിലോ ഒക്കെ വന്നാലും നമുക്ക് പെട്ടെന്ന് അത് ഫാൻസ് ഇതെന്താ അങ്ങനെ ഇതിങ്ങനെ അല്ലല്ലോ എന്ന് തോന്നും. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര ഹെവി DAging വർക്ക് ചെയ്തിട്ട് ഈ താടിയല്ല സാധാരണ ഒരാളെ ചെറുപ്പമാക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ജോലൈന് ഈ നമ്മുടെ സ്കിന്നൊക്കെ സാധാരണ പ്രായമാകുമ്പോൾ താഴോട്ടാവും. ഇപ്പോൾ DAging ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സ്കിന്ന് തിരിച്ചത് ലിഫ്റ്റ് ചെയ്യും, അങ്ങനെ കുറേ സംഭവങ്ങൾ ചെയ്യും. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് കാണുമ്പോൾ ഇപ്പോൾ നമ്മൾ വിജയ് ഈ ഏജിൽ നമ്മൾ കണ്ട് പരിചയിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ DAging എഫക്റ്റ് കാണുമ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ അല്ലല്ലോ വരേണ്ടതെന്ന് തോന്നും. അപ്പോൾ അത് കൊണ്ടാണ് തോന്നുന്നത് ഭയങ്കര ബാക്ക്ലാഷ് ഉണ്ടായ പിന്നെ ഇവർ DAging കംപ്ലീറ്റ് അങ്ങ് ഒഴിവാക്കി. ഇപ്പം നമ്മൾ അപ്പുറം ഇപ്പുറം ഓരോ വിജയ് നിൽക്കുകയാണ്, ഒരാൾക്ക് ഇച്ചിരി നിറയുണ്ട്, ഒരാൾക്ക് ഇച്ചിരി നിറയില്ല എന്നുള്ള ഒരു വിജയ് താഴെ ഇച്ചിരി പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ. കുറച്ച് അതാണ്. അതായത് നമുക്ക് തോന്നുന്നത് ഇപ്പോൾ DAging അവർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമ്മളിപ്പോൾ വിജയെ ഇത് നമ്മുടെ വിജയ് തന്നെ ഒരു എന്താ പറയുക ഈ പറഞ്ഞ പോലെ താടിയൊക്കെ ഷേവ് ചെയ്ത് മുടിയൊക്കെ അർപ്പിച്ച് നിൽക്കുന്ന ഒരു ഫീലാണ്. ബേസിക്കലി അവർ ഫേസിൽ ടച്ചപ്പ് ചെയ്തിട്ടുണ്ട്. ടച്ചപ്പ് ഇൻ ദ സെൻസ് മറ്റേ ക്ലീനപ്പ് എന്ന് പറയും. അതായത് നമ്മുടെ ഈ പറഞ്ഞ പോലെ ചെറിയ ചുളിവും ഇതൊക്കെ കളയുന്ന പോലെ സ്മൂത്ത് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ആ ടെക്നിക്ക് അത് ഒരു വിജയ്ക്ക് മാത്രമല്ല, ഒരു ഇപ്പോൾ പ്രശാന്തിന് യൂസ് ചെയ്തിട്ടുണ്ട്, സ്നേഹ സ്കിൻ റീടച്ചിങ്ങിന്റെ ഹെവി വേർഷൻ. അത് ഇനിഷ്യലി കാരണം ഇവരെല്ലാവരും ചെറുപ്പമായിട്ട് കാണിക്കുന്നുണ്ട്, ഇവർക്ക് എല്ലാവർക്കും അത് ഓക്കെയാണ്. അതിലും ഈ സ്നേഹ ലൈല ഇവരൊക്കെ ചെയ്തേക്കുന്നൊക്കെ അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു മാർക്കറ്റിംഗിൽ മാത്രമേ, അതായത് പടത്തിലേക്ക് ആളെ കൊണ്ടുവരാൻ ഉപയോഗിച്ച ടെക്നിക്സ് ആണ് ഈ DAging എന്ന വാക്ക് ഉപയോഗിച്ചത്. കാരണം DAging എന്ന് പറഞ്ഞാൽ ഒരു ടെക്നിക്കല്ല, ഒരുപാട് ടെക്നിക്കിൽ ഒരാളെ ഏജ് കുറയ്ക്കുന്ന ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. അതിനെല്ലാം DAging തന്നെ പറയുന്നത്. അപ്പം അത് ഈ സംഭവത്തിന് അവരത് യൂസ് ചെയ്തു, അത് മാർക്കറ്റിംഗ് ആയിട്ട്. അതേപോലെ തന്നെ മറ്റേ 15 വയസ്സോ ടീനേജ് അത് യൂസ് ചെയ്തേക്കുന്ന മറ്റേ ഡീപ് ഫേക്ക് എന്ന് പറഞ്ഞ പരിപാടിയാണ്. അപ്പം ആ പരിപാടി ഉപയോഗിച്ചപ്പോഴും അവർ DAging തന്നെ യൂസ് ചെയ്തത്. പക്ഷെ അതും ആ സീനൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു ജീവനില്ലാത്ത മുഖമാണത്. ഞങ്ങൾ ട്രെയിലർ റിയാക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് ട്രെയിലറിൽ ഇങ്ങനെ വന്നു പോയപ്പം വലിയ പ്രശ്നമില്ലായിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞ പടത്തിൽ ഇത് ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ആ സിനിമയിൽ അത് ഒരുപാട് നേരം ഇല്ലെങ്കിൽ അതൊരു ഇമോഷണൽ സീനും കൂടെ. അപ്പോൾ ഈ ഫേസിൽ ഇങ്ങനെ യാതൊരു ഇമോഷനും, ഫേസ് കണ്ണിങ്ങനെ തുറന്നിരിക്കുകയാണ്. അതെ, കണ്ണടക്കി ഇങ്ങനെയൊക്കെ ഓടിക്കളിക്കുകയൊക്കെ ചെയ്യും ഇടയ്ക്ക്. ഓരോ കണ്ണിൻ്റെയും കൃഷ്ണമണി ഇങ്ങനെ പല ദിശയിലേക്കൊക്കെ പോകും. അങ്ങനെ നമ്മൾ കാണുമ്പോഴത്തേന് ഇതെന്തോ ഇത് ഇങ്ങനെ എന്ന് തോന്നത്തക്ക രീതിയിൽ കുറച്ച് സംഭവം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അങ്ങനത്തെ ചെറിയ ഇഷ്യൂസ് ഉണ്ട്. ഈ മേക്കപ്പ് പോലും. വേറൊരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ, അതായത് ഞങ്ങളിപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ സിനിമ കീറി മുറിക്കുകയാണെന്ന്. അതായത് നമ്മുടെ സിനിമ എൻഗേജിങ് ആണെങ്കിൽ നമ്മൾ ആദ്യമായിട്ടൊരു സിനിമ കാണുമ്പോൾ ആ സിനിമയിൽ നമ്മൾ ഈ കാര്യങ്ങളൊന്നും ഞാൻ പേഴ്സണലി ശ്രദ്ധിക്കാറില്ല. സിനിമ കണ്ട് ഇറങ്ങുക മാത്രമേ ഉള്ളൂ. ഇത് സിനിമ ഒട്ടും എൻഗേജിങ് അല്ലാതാവുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ സിനിമയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സിനിമ എൻഗേജിങ് ആണെങ്കിൽ ചെറിയ VFX പ്രശ്നങ്ങൾ എല്ലാ ചെറിയ പ്രശ്നങ്ങളും നമുക്ക് അതൊക്കെ മാറ്റി വെക്കാം. കാരണം നമ്മൾ എൻജോയ് ചെയ്തു പടം. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിരുന്നു പടം. അപ്പം നമ്മൾ അതെങ്ങനെയാണ് ഇത് ചെയ്തേക്കുന്നത്, കുറച്ച് സിനിമ മേക്കിങ്ങിലും കൂടെ താല്പര്യമുള്ളതുകൊണ്ട് നമ്മൾ അതിൻ്റെ മറ്റ് ആസ്പെക്ട്സിലേക്ക് നോക്കുന്നത് കൊണ്ട് മാത്രം കാണുന്നതാണ്. പിന്നെ വിജയ് ആക്ച്വലി ലിയോയിലാണ് ഞാൻ പുള്ളിയുടെ അടുത്ത് കണ്ടതിൽ ഏറ്റവും നല്ല പെർഫോമൻസ് ആക്ടിങ് വൈസ്. ഇതിനകത്തും മോശമായിട്ടില്ല. വിജയ് മൾട്ടിപ്പിൾ റോൾസ് ഉണ്ട്, 4 പുള്ളി വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ ക്യാരക്ടറിൻ്റെ നടപ്പായാലും ചുണ്ട് പിടിച്ചേക്കുന്നത് പോലും ആ മകൻ്റെ റോളും അച്ഛൻ്റെ റോള് ഡിഫറൻസ് കൊണ്ടുവരാനായിട്ട് കുറേയൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ സ്ക്രിപ്റ്റിൽ പുള്ളിയെ സഹായിക്കാനൊന്നും ഇല്ലാതായിപ്പോയി. ആക്ച്വലി ഈ സിനിമയിൽ വിജയകാന്തിൻ്റെ ഒരു ക്യാപ്റ്റൻ വിജയകാന്തിൻ്റെ എഗെയിൻ ഈ DAging എന്ന് പറയുന്നില്ല, പുള്ളിയുടെ ഒരു വേർഷനുണ്ട്. അത് ആക്ച്വലി ഇൻ്റർവ്യൂവിൽ വെങ്കട്ട് പ്രഭു ഒക്കെ പറഞ്ഞിരുന്നത്. അതുകൂടാതെ പടത്തിൽ 2-3 എന്താ പറയുക ക്യാമിയോസ് ഉണ്ട്. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അത് പടത്തിന് ഗുണം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറഞ്ഞിട്ട് അവർ വരുന്നു, അവർ വന്നിട്ട് ഇതൊക്കെയാണ് പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ നോക്കുമ്പം പേപ്പറിൽ നോക്കുമ്പോഴേ ഇതുണ്ട് അപ്പോൾ ഈ പടം വിജയിക്കേണ്ടതാണല്ലോ എന്ന് തോന്നും. പക്ഷേ ഇതൊക്കെ കൊണ്ട് വെച്ചേക്കുന്ന രീതി, പ്രസൻറ്റ് ചെയ്തേക്കുന്നത് കുറച്ച് ഇതും ഇന്ത്യൻ 2 തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. അതായത് ഇപ്പം തമിഴ് സിനിമയിൽ ട്രെൻഡായിട്ട്
വരുന്നോ അതോ വരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ്. നല്ലൊരു കഥ ഞങ്ങളുടെ കയ്യിലുണ്ട് സാറേ, പക്ഷെ അത് ഞങ്ങൾ അടുത്ത പടത്തിൽ പറയാം ടെക്നിക്ക്. അതായത് ഒരു പടം തീർന്നിട്ട് ലാസ്റ്റ് പറയുകയാണ് ഇതല്ല നമുക്ക് പറയാനുള്ള മെയിൻ കഥ, അത് അടുത്ത പടത്തിൽ പറയാതെ കൊണ്ടൊരു ചെറിയ സാധനം കൂടെ കാണിക്കുക. ഈ പോസ്റ്റ് ക്രെഡിറ്റ് സീനൊക്കെ മാർവൽ ഹിറ്റാക്കിയതുപോലെ. അതെ അതെ, ഇപ്പൊ ഇനി പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഇല്ലാത്തൊരു സിനിമ ഇറക്കാൻ പറ്റില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതെ അതെ, എങ്കിൽ പിന്നെ ആ പടം എടുത്താൽ പോരെ എന്ന് നമ്മൾക്ക് തോന്നും. അത് നമ്മൾ ഇങ്ങനെ ആലോചിക്കുമ്പോഴാ ഇതായിരുന്നല്ലോ എല്ലാവരും പറഞ്ഞ ഈ പ്രെഡിക്റ്റ് ചെയ്ത ഡീകോഡ് ചെയ്ത സ്റ്റോറി ഉണ്ടല്ലോ, ആ സ്റ്റോറി ഇനിയാണ് വരാൻ പോകുന്നത് എന്ന് പറയുന്ന പോലെയാണ് ഈ സിനിമ അവസാനിപ്പിക്കുന്നത്. അതാണ് ഒരു സങ്കടം. അപ്പോൾ പ്രശ്നം എന്താണ്, അടുത്തൊരു സിനിമയോട് വിജയ് ഈ പരിപാടി നിർത്തി പൊളിറ്റിക്സിലേക്ക് പോകുന്നു എന്നുള്ളൊരു ന്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ ഇനി പുള്ളി തിരിച്ചു വരുന്നില്ലല്ലോ, പിന്നെ നമുക്ക് ഈ പടം ചെയ്യണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിലായിരിക്കും അവരിയ്ക്കുന്നത്. പക്ഷേ എനിക്ക് 100% ഷുവറാണ് വിജയ് പൊളിറ്റിക്സിലേക്ക് പോകുന്നതിന് മുമ്പ് പുള്ളിക്കൊരു ഭയങ്കര ഹിറ്റ് പടം കൊടുക്കണം എന്നുള്ളൊരു ഇതിപ്പം നീഡ് വരും, ഇപ്പോൾ വരും. ഫൈനാൻഷ്യലി നന്നായാലും ക്രിട്ടിക്കലി കൂടെ നല്ലൊരു സിനിമ കൊടുക്കണം എന്നുള്ളത് അവർക്കൊരു വലിയ നീഡായിട്ട് വരും. അങ്ങനെ വന്നാൽ ഈ പറഞ്ഞ ലോകേഷ് കനകരാജോ അത്ലിയോ, എനിക്ക് തോന്നുന്നു അത്ലി ആയിരിക്കും അതിന് ഏറ്റവും കൂടുതൽ ആപ്റ്റ്. എല്ലാവരെയും ഒന്ന് കാര്യം എല്ലാ ഒരു മെജോറിറ്റി ഓഫ് ഓഡിയൻസിനെയും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് അപ്പുറത്തേക്ക് അവരെ എൻഗേജ് ചെയ്യാൻ തിയേറ്ററിൽ ഈ പടങ്ങൾ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൻ ആൾ അത്ലിയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം ഇപ്പം നമ്മൾ ഉൾപ്പെടെ അത്ലിയുടെ പടങ്ങൾ കണ്ടിട്ട് ഈ പറഞ്ഞ പോലെ അങ്ങനെ എല്ലാ പടവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന പടമൊന്നും അല്ലെങ്കിലും തിയേറ്ററിൽ ഈ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു രസമുണ്ട്. ഈവൻ ഇഫ് ജവാൻ പോലും തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്ക് കുഴപ്പമില്ല, ഇതെല്ലാം നമ്മളൊരു 10 തവണ കണ്ടാണേലും ഇത് തിയേറ്ററിൽ നമ്മുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പുള്ളിക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. അത് അങ്ങനെ ഇല്ലെങ്കിൽ ഈ ലോകേഷ് കനകരാജ്, ഇപ്പോൾ ലോകേഷ് കനകരാജ് പറയുന്ന പോലെ ലിയോ 2 അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഡെഫിനറ്റ്ലി പുള്ളി പൊളിറ്റിക്സിലേക്ക് പോകുന്നതിന് മുമ്പ് വീണ്ടും ചെയ്യേണ്ടി വരും. കാര്യം അടുത്ത സിനിമ എച്ച് വിനോദിൻ്റെ സിനിമയാണ്. ഈ വെങ്കട് പ്രഭു ഈ സിനിമ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ അതേ അവസ്ഥയാണ് തമിഴ്നാട്ടിൽ. എച്ച് വിനോദാണ് ലാസ്റ്റ് പടം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉള്ളൊരവസ്ഥ. അങ്ങനെ എല്ലാവരും പറയുന്നത് വിജയ് ഇനി അങ്ങനത്തെ ഒരു പടം ചെയ്യേണ്ട വേറൊരു ഡയറക്ടറിന് കൊടുക്കുക ഓപ്ഷൻ എന്നതാണ് അവിടുത്തെ ഓഡിയൻസിൻ്റെ ഒരു വലിയ ആവശ്യം. പക്ഷേ ഇവിടുത്തെ ഓഡിയൻസിൻ്റെ തന്നെ ആവശ്യം. ഞങ്ങൾ രാവിലെ 8 മണിക്കത്തെ ഷോ കാണാൻ രാവിലെ എഴുന്നേറ്റ് പോയപ്പോൾ മഴ ഫുള്ള് നനഞ്ഞ് തിയേറ്ററിൽ കയറിയിരുന്ന് AC-യിലിരുന്ന് തണുത്ത് വിറച്ച് പടം കണ്ടോണ്ടിരിക്കുക. എന്നിട്ട് പോലും നമുക്ക് ഉണ്ടായില്ല. എങ്ങനെയുണ്ട്? അതായത് നമ്മൾ തണുത്ത് വിറച്ചിരിക്കുക, ഈ തണുപ്പൂടാകുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി രോമാഞ്ചം ഉണ്ടാവും. ആ രോമം പോലും തിരിച്ചു പോയെന്നുള്ളതാണ്. ഇത് ഞങ്ങളുടെ ഒരു റിവ്യൂ ആയിട്ടോ, ഇതൊരു റാൻഡായിട്ട് എടുത്താൽ മതി അല്ലേ? അതെ, പക്ഷേ വളരെ മയപ്പെടുത്തി പറഞ്ഞു. ഇപ്പം ഞങ്ങൾക്ക് പറയണം, ഞങ്ങൾക്ക് ശരിക്കും നല്ല രീതിയിൽ സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ നമ്മളത് ചെയ്യാൻ പാടില്ല. ഇപ്പം ഞങ്ങൾ പോലും ഫിലിം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എല്ലാവർക്കും അബദ്ധം പറ്റും. ഇപ്പം നാളെ ഞങ്ങൾ സിനിമ എടുക്കുമ്പോഴും നീയൊക്കെ ഇരുന്ന് മറ്റേ വലിയ പടത്തിലേക്ക് കുറ്റം പറഞ്ഞല്ലോ, നിനക്കൊക്കെ നല്ലൊരു പടം എടുത്തോളൂ. സിനിമ എടുക്കുമ്പോൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഈ പ്രശ്നം ഉണ്ടാകാം, മനസ്സിലായി? ഇപ്പം ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നതെന്ന് ചോദിക്കാം. ഒരാളുടെ തീരുമാനമാണല്ലോ ഇത്, അല്ലെങ്കിൽ ഒരാളാണ് ഇതിനെല്ലാം ഡിസിഷൻ എടുക്കുന്നത്. ആ ആളുടെ തീരുമാനം എപ്പോഴും ശരിയാവണമെന്നില്ല, അത് ശരിയാവാൻ തെറ്റാവും. അതുകൊണ്ട് വെങ്കട് പ്രഭുവിനോട് നമുക്ക് പ്രത്യേകിച്ച് വേറെ വിരോധമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ സിനിമ ഇനി വരുമ്പോഴും കാണും, എല്ലാ പടവും തിയേറ്ററിൽ പോയി കാണുന്ന അതും കാണും, ഇനി വരുന്നത് പടങ്ങളും കാണും. പക്ഷേ അടുത്ത പടം എസ്കേ വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ 3 പേരുടെ അഭിപ്രായമാണ്. ചിലപ്പം നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടാം. അതെ, നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാം. അതുകൊണ്ട് ഇത് നിങ്ങൾ തന്നെ കണ്ടറിയണം. ഇപ്പം ഞങ്ങളുടെ റിവ്യൂ അല്ല മറ്റുള്ളവരുടെ റിവ്യൂ കണ്ടിട്ട് നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഇവന്മാരൊക്കെ റിവ്യൂവിൽ കൊള്ളത്തില്ലെന്ന് കൊണ്ട് പടം എനിക്ക് ഇഷ്ടപ്പെട്ടല്ലോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. അതുകൊണ്ട് നിങ്ങൾ ഈ സിനിമ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി കാണുക. ഇത് ഞങ്ങളുടെ 3 പേരുടെ അഭിപ്രായം മാത്രമാണ്.